The inspection of the Guard of Honor complete. The Prime Minister will now move towards the ramparts of the Red Fort, passing through the Lahore Gate, or the Lahori Gate, as it is used in common parlance. The flag hoisting ceremony, in fact, at the ramparts of the Red Fort, and then the Prime Minister's address to the nation are the high point of today's celebrations here. Knowing that the people of a democracy are its driving force, its engines of renewal and revival, the Prime Minister will share with the nation the progress made and outline the programs in the making, the foregrounding of inclusion, equity and growth in all development initiatives. सम्मान गारद का निरीक्षण करने के बाद വിദേശ ശക്തികളുടെ സ്വാധീനത്തിൽ നിന്നും പിടിച്ചടക്കിൽ നിന്നും രക്ഷ നേടി സ്വതന്ത്ര ഇന്ത്യയായി മാറിയിട്ട് ഇന്ന് 77 വർഷങ്ങൾ പിന്നിടുകയാണ്. 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് വിപുലമായി നടക്കുന്നത്. വികസിത ഭാരതം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ ആഘോഷത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2047ഓടെ വികസിത ഭാരതം ആകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ നേതൃത്വം വഹിക്കുന്നത്. ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി വിശിഷ്ട അതിഥികളാണ് തലസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. 6000 ക്ഷണിതാക്കൾ, വിശിഷ്ട ക്ഷണിതാക്കൾ ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഒപ്പം ഒളിമ്പിക് താരങ്ങളും, ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഒളിമ്പിക് താരങ്ങൾക്ക് ഒരു പ്രധാന ക്ഷണം ഇന്നത്തെ ചടങ്ങിൽ ഉണ്ട്. നിരവധി വ്യക്തികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങി ധാരാളം പേർ പങ്കെടുക്കുന്ന വിപുലമായൊരു ചടങ്ങ് തന്നെയാണ് ഇന്ന് തലസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. The school children awaiting the arrival of the Prime Minister at the ramparts, and this is the first level of the ramparts. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ് ചെങ്കോട്ടയിൽ. Three service chiefs and the CDS greet the Prime Minister as is tradition. In fact, today we do more than just observe tradition and ceremony. We momentarily pause and reflect on the true meaning of words that keep punctuating our conversations on every 15th of August, freedom and independence. Words that seem fairly straightforward in their meaning, but are highly nuanced in reality and real life. The endeavor of all governments, policies and programs is to ensure that these values are lived socially, financially and വിശിഷ്ട അതിഥികൾ പങ്കെടുക്കും. സ്കൂളുകൾ, ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പതാക ഉയർത്തിക്കൊണ്ട് ഇന്ന് 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. वरिष्ठ अधिकारीगण, विदेशी राजनयिक और साथ ही हाल ही में संपन्न हुए पेरिस ओलंपिक खेलों में देश को पदक दिलाने वाले കാലാവസ്ഥ എങ്ങനെ ഉണ്ടാവും എന്നൊരു ചെറിയ ആശങ്ക നേരത്തെ ബാലഗോപാൽ സംസാരിക്കുമ്പോൾ പങ്കുവച്ചിരുന്നു. നേരിയ മഴയുണ്ട് അവിടെ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 78वें स्वाधीनता दिवस का ये पावन अवसर है. मौसम करवट ले रहा है. ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രകൃതിയും സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നു എന്ന് പറയാവുന്നത് പോലെ ഒരു മഴ, വലിയ ശക്തമായ മഴ അല്ലെങ്കിലും ചെറിയ മഴ സ്ഥലത്തുണ്ട്. न कम होगी. माई भारत का लोगो तिरंगे में समाहित होकर ബാലഗോപാൽ തുടരുന്നുണ്ട്. ദില്ലിയിൽ നിന്നും ബാലഗോപാൽ, ചെറിയ മഴ ഉണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുണ്ടോ മഴ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തോതിൽ മഴയില്ല. മഴ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നിലവിൽ ആ മഴയ്ക്ക് ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ തോതിലുള്ള ഒരു ചാറ്റൽ മഴ മാത്രമാണ് നിലവിൽ ഉള്ളത്. പ്രധാനമന്ത്രി ഈ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഈ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിശിഷ്ട വ്യക്തികൾ, അതായത് വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ 3 സേനാ മേധാവികളും ചേർന്ന് സ്വീകരിച്ചത്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾക്കാണ് ഇപ്പോൾ ഡൽഹിയിലെ
ഈ ചെങ്കോട്ട സാക്ഷ്യം വഹിക്കുന്നത്. ഇത് 11ാം തവണയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. വികസിത ഭാരതം 2047 എന്ന ടീമിനെ അല്ലെങ്കിൽ എന്ന സന്ദേശത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശമായിരിക്കും, അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ സന്ദേശത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രി നടത്തുക എന്നാണ് കരുതപ്പെടുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഈ ചെങ്കോട്ടയിൽ നിന്നുള്ള രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗം ആരംഭിക്കുന്നതായിരിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മഴ നിലവിൽ അല്പം മാറി നിൽക്കുന്നുണ്ട്. മഴ ഉണ്ടായിരുന്നു, പക്ഷേ നിലവിൽ മഴ ഈ ചടങ്ങിന് യാതൊരു തരത്തിലുള്ള ഒരു ഭീഷണിയോ അല്ലെങ്കിൽ തടസ്സമോ സൃഷ്ടിക്കുന്ന തരത്തിൽ മഴയില്ല എന്നത് അല്പം ആശ്വാസകരമായ ഒരു കാര്യമാണ്. ശരിയാണ് ബാലഗോപാൽ, വലിയ മഴയില്ല എന്നത് ആശ്വാസകരമാണ്. അപ്പോഴും മഴയ്ക്കൊരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് ബാലഗോപാൽ പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ഒരു മഴ പെയ്തു. അത് പ്രകൃതിയുടെ കൂടി സ്വാതന്ത്ര്യദിന ആഘോഷ സമ്മാനമായി നമുക്ക് വേണമെങ്കിൽ കാണാമെന്ന് തോന്നുന്നു. ഈ ആഘോഷത്തിന്റെ സമയത്ത് അത്തരത്തിൽ ഒരു ചെറിയ മഴ അത് മാറി മാനം തെളിഞ്ഞ് ആഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാകട്ടെ എന്ന് വിചാരിക്കുകയാണ്. ചടങ്ങുകൾ എവിടെ വരെയായി ബാലഗോപാൽ? ചടങ്ങുകളിൽ ഇനി പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നടപടി പ്രധാനമന്ത്രി ഈ ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുക എന്നതാണ് ഈ ഇനി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഉള്ളത്. അതിലെ ആ നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ പരിപാടികളിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കടക്കുന്നതായിരിക്കും. നേരത്തെ പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ രാവിലെ ഗാന്ധി സമാധിയായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ചെങ്കോട്ടയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത്. ചെങ്കോട്ടയിൽ അദ്ദേഹത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത്, അതുപോലെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം 3 സേനാ വിഭാഗങ്ങളുടെയും ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ചത്. അവിടെ പ്രധാനമന്ത്രിയെ 3 സേനാ മേധാവികളും ചേർന്ന് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ആ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സ്ഥലത്തേക്ക് പൊക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ വിശിഷ്ട വ്യക്തികളും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ മന്ത്രിസഭയിലെ മറ്റു മുതിർന്ന അംഗങ്ങൾ, സഹമന്ത്രിമാർ, എംപിമാർ, വിവിധ രാജ്യങ്ങളിലെ ഡൽഹിയിലെ അംബാസിഡർമാർ, അതുപോലെ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ, സ്പീക്കർ ഓം ബിർള, അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വതന്ത്രമായതിന്റെ ഓർമ്മയുടെ 78ാം വർഷമാണ് ഇത്. 77 വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ വളരെ ത്യാഗോജ്വലമായ പോരാട്ടത്തിലൂടെ ഈ നേട്ടം സ്വന്തമാക്കിയത്. राष्ट्रीय ध्वज फहराया गया है और राष्ट्रीय ध्वज गार्ड के जवान इस समय
लाल किले की प्राचीर के सामने से प्रस्थान कर रहे हैं और यहां पर वायु विचरण करते हुए नजर आ रहे हैं 2 एडवांस लाइट हेलीकॉप्टर 9 एस्टर्न फॉर्मेशन में, जहां पर विंग कमांडर अंबर अग्रवाल और विंग कमांडर राहुल नैनवाल पुष्प वर्षा कर रहे हैं उपस्थित जन समूह पर। मन में फूल खिल रहे हैं വ്യോമസേന और ഹെലികോപ്റ്ററിൽ आकाश പുഷ്പവൃഷ്ടി से भी നടത്തുന്ന पुष्प वर्षा हो കാഴ്ചയാണ് रही है ദൃശ്യങ്ങളിലുള്ളത്. और भारत मना रहा है अपना ഒപ്പം വിവിധ स्वाधीनता സേനാംഗങ്ങളുടെ दिवस। उत्सुकता बढ़ती हुई പരേഡാണ്. इस अवसर के लिए जिसकी प्रतीक्षा वर्ष भर रहती है। As freedom reigns supreme, well, so does the rain and so do the flowers. National Flag Guard ത്യാഗോജ്വലമായ marching അഭിമാന off നേട്ടത്തിന്റെ away. സ്മരണയാണ് They'll come രാജ്യത്തിന് back ഇന്ന്. towards the closure of the 77 program. വർഷങ്ങൾക്ക് മുൻപ് ആധിപത്യം ഉറപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തുരത്തി ഓടിച്ചതിന്റെ അഭിമാനകരമായ സ്മരണയാണ് 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷമായി നമ്മൾ ഇന്ന് അഭിമാനപൂർവ്വം ആഘോഷിക്കുന്നത്. संभाल रहे थे लेफ्टिनेंट कमांडर सचिन धनखड़ और वायुसेना की टुकड़ी की कमान संभाली स्क्वाड्रन लीडर CS श्रवण देवैया ने। दिल्ली पुलिस के जवान भी इस राष्ट्रीय ध्वज गार्ड में शामिल, जिनकी कमान संभाली है एडिशनल DCP अचिन गर्ग ने। इंटर सर्विसेज गार्ड में इस बार समन्वय का दायित्व नौसेना को सौंपा गया था, जिसका नेतृत्व कर रहे थे कमांडर विनय दुबे। उपस्थित जनसमूह प्रसन्न है, आह्लादित है और प्रतीक्षारत माननीय प्रधानमंत्री महोदय के संबोधन की। भारत माता की, भारत माता की। मेरे प्यारे देशवासियों, मेरे परिवारजन, आज वो शुभ घड़ी है जब हम देश के लिए मर मिटने वाले, देश की आजादी के लिए अपना जीवन समर्पित करने वाले, आजीवन संघर्ष करने वाले, फांसी के तख्त पर चढ़कर के भारत मां की जय के नारे लगाने वाले अनगिनत आजादी के दीवानों को नमन करने का ये पर्व है, उनका पुण्य स्मरण करने का पर्व है। आजादी के दीवानों ने आज हमें आजादी के इस पर्व में स्वतंत्रता की सांस लेने के लिए सौभाग्य दिया है। यह देश उनका ऋणी है। ऐसे हर महापुरुष के प्रति हम अपना श्रद्धा भाव व्यक्त करते हैं। मेरे प्यारे देशवासियों, आज जो महानुभाव राष्ट्र रक्षा के लिए और राष्ट्र निर्माण के लिए पूरी लगन से, पूरी प्रतिबद्धता के साथ देश की रक्षा भी कर रहे हैं, देश को नई ऊंचाई पर ले जाने का प्रयास भी कर रहे हैं। चाहे वो हमारा किसान हो, हमारा जवान हो, हमारे नौजवानों का हौसला हो, हमारी माताओं बहनों का योगदान हो, दलित हो, पीड़ित हो, शोषित हो, वंचित हो, अभावों के बीच भी स्वतंत्रता के प्रति उसकी निष्ठा, लोकतंत्र के प्रति उसकी श्रद्धा, ये पूरे विश्व के लिए एक प्रेरक घटना है। मैं आज ऐसे सभी को आदरपूर्वक नमन करता हूं। प्यारे देशवासियों,
इस वर्ष और पिछले कुछ वर्षों से प्राकृतिक आपदा के कारण हम सबकी चिंता बढ़ती चली जा रही है। प्राकृतिक आपदा में अनेक लोगों ने अपने परिवारजन खोए हैं, संपत्ति खोई है, राष्ट्र ने भी पारावार नुकसान भोगा है। मैं आज उन सब के प्रति अपनी संवेदना व्यक्त करता हूं और मैं उन्हें विश्वास दिलाता हूं कि यह देश इस संकट की घड़ी में उन सब के साथ खड़ा है। मेरे प्यारे देशवासियों, हम जरा आजादी के पहले के वो दिन याद करें। सैकड़ों साल की गुलामी, हर कालखंड संघर्ष का रहा। युवा हो, बुजुर्ग हो, किसान हो, महिला हो, आदिवासी हो, उन्होंने गुलामी के खिलाफ जंग लड़ते रहे, अविरत जंग लड़ते रहे। इतिहास गवाह है कि 1857 के स्वातंत्र संग्राम जिसको हम याद करते हैं, उसके पूर्व भी हमारे देश के कई आदिवासी क्षेत्र थे जहां आजादी का जंग लड़ा जाता था। साथियों, गुलामी का इतना लंबा कालखंड